144 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്രാവശ്യം നടക്കുന്നത്. അത് ഇനി എന്തായാലും നമ്മുടെ ജന്മത്തിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയിട്ടാണ്. ഇപ്പം നോർത്ത് ഇന്ത്യൻസ് ആണ്, ഈ സൗത്ത് ഇന്ത്യൻസ് ഒക്കെ വളരെ കുറവാണ്. എത്ര ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ, ഞാൻ കാണിച്ചു തരാം. വെള്ളമൊത്തത്തിൽ ആളുകളൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ഒരു കലക്കും അഴുക്കും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു വിശ്വാസത്തിൻ്റെ ഇതിലെടുക്കുമ്പോൾ ഓക്കെ, അവരവർക്ക് അവരുടെ വിശ്വാസം എന്നുള്ള രീതി. സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും തോന്നുന്നില്ല കേട്ടോ. ഏയ് ഗൈസ്, ഞാനിപ്പോൾ പ്രയാഗ്രാജ് ജംഗ്ഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 12:15. ഞങ്ങൾ നേരെ കുംഭമേള കാണാൻ വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങുന്നുള്ളൂ കേട്ടോ. അതായത് 12:10 ഇപ്പോൾ. ഒന്നാമത് കുറച്ച് ലേറ്റായി, ഞങ്ങൾ റിസർവേഷൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആയി. ഇനി ഇവിടെ നേരെ കുംഭമേള കാണാൻ വേണ്ടി പോകും. കുംഭമേള കണ്ട് ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും തിരിക്കും. നൈറ്റ് ഇവിടുന്ന് തിരിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ട് എന്താ പറയുക, ഇവിടുന്ന് ഡൽഹിയിലേക്ക് വണ്ടി കയറും. ഡൽഹിയിൽ നിന്ന് നേരെ ചണ്ഡീഗഡ്, അതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വാരണാസി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ വാരണാസി ചില പ്രത്യേക സാഹചര്യങ്ങൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു കേസ്. വാരണാസി പിന്നെ വരല്ല. കുംഭമേള 144 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ നടക്കുന്ന, അതായത് 144 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേളയാണ് ഇപ്രാവശ്യം നടക്കുന്നത്. അത് ഇനി എന്തായാലും നമ്മുടെ ജന്മത്തിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയിട്ടാണ്. ഇനി ഞങ്ങൾ നേരെ ഡൽഹി പോകുന്ന, ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡ്, അങ്ങനെയുണ്ട് പ്ലാൻ. അപ്പോൾ ഇപ്പം ഞങ്ങളിത് ഇവിടുന്ന് ഒന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷേ അടുത്ത് വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക്. ഇനി ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ഷെയർ ടാക്സി പിടിക്കണം, അല്ലെങ്കിൽ നടന്നു പോകണം. 5-6 കിലോമീറ്റർ അല്ലേ? ഒരു 4-5 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. അപ്പോൾ നടന്നു പോലെ ഇനിയിപ്പോൾ വെയിലായതുകൊണ്ട് 20 രൂപയ്ക്ക് വരെ ടാക്സി കിട്ടുമെന്നാണ് ചിലരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഏതായാലും അത് പോയേക്കുന്നു ഗൈസ്. ആഗ്രയിൽ നിന്ന് അന്ന് കിട്ടി അതേപോലത്തെ ഒരു റിക്ഷ ഉണ്ട് കിട്ടിയത്, ഷെയർ ടാക്സി. 40 രൂപ ഉള്ളി പറഞ്ഞ് ഞങ്ങൾ അവസാനം ഓക്കെ 30 രൂപയ്ക്ക് സെറ്റാക്കി. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളതിലൊരു വണ്ടിയിലൊരു സ്വാമിജി ഉണ്ട്, പിന്നെ വേറെ രണ്ടാൾക്കാരുണ്ട്. ഇത് മൊത്തം ഇവിടെ ഗൈസ് ഈ സ്റ്റേറ്റ് മൊത്തം ഇങ്ങനെയാണ്. ഈ ഹോൺ അടിച്ചിട്ട് നമുക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. ഒരു ക്ഷമയില്ലാത്ത ആൾക്കാരാണ്. പലരും തിരിച്ചു വരുന്നവരുണ്ട്. കുംഭമേള നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെയാണ് ഇറക്കിയത്. അത് ഭയങ്കര തിരക്കാണ്. ഇവിടുന്ന് എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ. ഞങ്ങളിത് എങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ മോനെ റിക്ഷ പരിപാടികളൊക്കെ ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും കേട്ടോ. നിങ്ങളിവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം പറയുന്ന എമൗണ്ടിനൊന്നും എന്താ പറയുക ഓക്കെ പറയേണ്ട ആവശ്യമില്ല. കാരണം 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെയാണ് ഇവിടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഇവർ വന്ന ഉടനെ നമ്മുടെ അടുത്ത് പറയുന്നത് 100, 200, 250 ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഒരു മലയാളിയെ പരിചയപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, 200, 250 ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ 20 രൂപയ്ക്കാണ് അവസാനം പുള്ളി പോയത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ പറയുന്ന എമൗണ്ടിന് നിങ്ങൾ ഓക്കെ പറയേണ്ട ആവശ്യമില്ല. എന്താ ഒന്ന് പാർക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ചീപ്പായിട്ട് ഇവിടെ ഓടും. കാരണം അങ്ങനത്തെ വണ്ടിയാണ്. അവരിങ്ങനെ ഷെയർ ടാക്സി ആയിട്ട് ഓടുള്ളൂ. നമ്മൾ ഓക്കെ വലിയ എമൗണ്ട് പറഞ്ഞാൽ അവർ പിന്നെ ഒരു 4 പേരെയും കൂടെ കയറ്റും. അയ്യാ കുംഭമേള കിതറാണ്. കുംഭമേള വെറുതൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പോയി നോക്കട്ടെ. ഞങ്ങൾ ഏതായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയിലൂടെ ഒരാൾ ബൈക്കും കൊണ്ട് പോകുന്നുണ്ട്. ഇത്രയും തിരക്ക് ഇവിടെ, വണ്ടി പോകാനും ആൾക്കാർക്ക് നടക്കാനും എല്ലാം ഒരേ റൂട്ട്. ഇതിന് ഇടയിലൂടെ ഫോൺ അടിച്ചുകൊണ്ട് എങ്ങനെയും കുത്തി കയറുക എന്നതാണ് ഓരോരുത്തരുടെ ഉദ്ദേശം. ഏതെങ്കിലും ആയില്ലേ? ഇതുണ്ടല്ലേ പുള്ളി മത്സരിച്ച് ഫോൺ അടിക്കുന്നേ. ബാക്കിയുള്ളവരത് മൈൻഡ് പോലാക്കുന്നില്ല. പക്ഷെ ഇതിലെ കയറാൻ കഴിയില്ലല്ലോ.
അതില് അപ്പുറത്താണോ? അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ളൊരു ബിൽഡിംഗ് ഉണ്ടത്. ഞാൻ ആദ്യം കുറച്ച് ലോങ് നടപ്പേരിച്ച് പഴയ കെട്ടിടം പരിപാടി, പഴയ കെട്ടിടം തന്നെയാണ്, പക്ഷേ മൊത്തം അഴുക്കാണ് കേസ്. ഇതെന്താണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ചെളിയൊക്കെ മൊത്തത്തിൽ കയറി, നമ്മൾ ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാതെ ഇട്ടിരിക്കുന്ന വീടൊക്കെ പോലെ മൊത്തം പൊടി പിടിച്ചിട്ട് എന്താണ് ഇങ്ങനെ തന്നെ സൂക്ഷിക്കണം. അതിന് വലിയ കവാടമൊക്കെ ഉണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ. ഓ, ഇതെന്തോ അമ്പലം പരിപാടിയാണല്ലോ. അയ്യോ, ഇതെന്തോ അമ്പലം പരിപാടിയൊക്കെ ഉണ്ട്, അവിടെ പ്രതിഷ്ഠയും പരിപാടിയൊക്കെ ഉണ്ട്. ചില ആളുകൾ തൊഴാനൊക്കെ വേണ്ടിയിട്ട് ഉള്ളിലൊക്കെ കയറുന്നുണ്ട്, തൊഴുത് ഇറങ്ങുന്നവരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇവരിത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരു വൃത്തികേടായി കിടക്കുന്നുണ്ട്. ആ സൈഡൊക്കെ അങ്ങനെ തന്നെയാണ്, മൊത്തം കുറച്ച് മോശമായിട്ട് കിടക്കുന്നത്, അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. ഇതൊന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലൊക്കെ അടിപൊളി ആയിരിക്കും. അതാണെന്ന് തോന്നട്ടെ മെയിൻ എൻട്രൻസ് കുംഭമേള അങ്ങോട്ടുള്ള പരിപാടി നടക്കുന്നിടത്ത്. ഇതേ അവിടെ നിന്നൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്, കുറേ പേര് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര രക്ഷ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത രക്ഷയാണ് കേസ്. ആംബുലൻസുകളൊക്കെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അപകടം കാര്യങ്ങളൊക്കെ പറ്റുന്നവരെ ഇതിനിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകുന്നതോ. ഇവിടെയുള്ള ആളുകൾ തന്നെ ഓൾറെഡി ആംബുലൻസ് പോകുന്ന കണക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആംബുലൻസ് എങ്ങനെ പോകണോ? ജെറ്റോ? രണ്ട് എന്താണെന്ന് വെച്ചാൽ താലെന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഞങ്ങൾ ഓർഡർ. താളി എന്താ പറയുക, പരിപ്പ് കറിയും ചോറും അങ്ങനെ എന്തോ. ഒരു വിധത്തിലും എനിക്ക് പരിപ്പ് കറി വർക്കാവാറില്ല. ഇത് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടാണ് ഞങ്ങളിത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. ബില്ലെടുത്തതിന് ശേഷം അമ്മമാർ ഫുഡ് വരുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ എത്ര നേരെ പറഞ്ഞു തന്നിട്ട് പോകുമ്പോൾ തരുന്നേ ഇല്ല. എന്തോ തിരക്കും ഇതൊക്കെയാണ്. സാധനങ്ങൾ എന്തൊക്കെ കഴിഞ്ഞതിൻ്റെ കൂടെ റൊട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ റൊട്ടി വേണ്ടെന്ന് പറഞ്ഞത്. ഇതാണ് കേട്ടോ നമ്മുടെ സാധനം. ചോറുണ്ട്, പിന്നെ ചീര ഉപ്പേരി പോലെ താളിച്ച് അങ്ങനെ ഒരു ഇത്, പരിപ്പ് കറി, ഇത് വേറെന്തോ കാബൂളി കടലയുടെ ഇതല്ലേ. ഒന്നും നമുക്ക് ടേസ്റ്റ് ലൈസ്. നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു ഇതുള്ളൂ. എന്തായാലും കഴിച്ചു പറയുന്നു. അതെ, ഞങ്ങളിതിൻ്റെ ഒരു എൻട്രൻസിലേക്ക് പ്രവേശിച്ചു കിട്ടാം. ഇവിടെ വണ്ടിയും കാര്യങ്ങളൊന്നും വിടുന്നില്ല. ഇവിടെ പോലീസുകാരെ വണ്ടി, ഇങ്ങനെ സെക്യൂരിറ്റി, ഈ പരിപാടികളെ വണ്ടികളൊക്കെ ഉള്ളൂ. ഹെലികോപ്റ്ററൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ആളുകൾ ഫുൾ ടൈം നടന്നുകൊണ്ട് തന്നെ നിറഞ്ഞിടക്കാണ് റോഡെല്ലാം. അപ്പുറത്തുണ്ട് കേട്ടോ അതുപോലെ തന്നെ. ഈ സൈക്കിൾ റിക്ഷകൾ ഇത് മാത്രമേ ഇവിടെ പോകുന്നുള്ളൂ കേട്ടോ. ബൈക്കും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ റിക്ഷ പരിപാടികളൊന്നും ഇവർ കടത്തി വിടുന്നില്ല. അപ്പോൾ മിലിറ്ററിയൊക്കെ ഉണ്ട് അവിടെ. വേണ്ടില്ലേ, മൊത്തം നോർത്ത് ഇന്ത്യൻസ് ആണ്. ഈ സൗത്ത് ഇന്ത്യൻസ് ഒക്കെ വളരെ കുറവാണ്. ഒരുപാട് സന്യാസിമാരും ഇവരൊക്കെ വരുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ കണ്ട്. ഇതെന്താ കുംഭമേളയുടെ എന്തെങ്കിലും ചരിത്രം പറയുന്നത് എന്തോന്നാ, ഒരു എക്സ്പോ പോലെ കേട്ടോ. അതെ, വലിയ 2 സ്ക്രീനൊക്കെ ഉണ്ട് ഫ്രണ്ട് തന്നെ, തിയേറ്ററൊക്കെ പോലെ. ഇതോടെ ഇങ്ങനെ മൊത്തത്തിലൊരു ഇത് സെറ്റ് ഇട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചരിത്രങ്ങളും. അതെ, ഒരു ശിവന്റെ പ്രതിമ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ വായിച്ചു പോലാണെന്ന് തോന്നുന്നു. അച്ഛനെ കാണല്ലോ, അച്ഛൻ മിസ്സായി. ഇവിടെ കുറേ ഗ്ലാസ് ട്യൂബിനകത്ത് ഒരുപാട് മീനുകൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പലതരം മീനുകളാണ് ഇതൊക്കെ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊക്കെ ഗംഗയിലെ ഫിഷസ് ആണ്. ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ കുറച്ചെണ്ണം മാത്രം ഇവർ ഇവിടെ പിടിച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും ജീവൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. ജീവനുണ്ടോ ചാ? ഇല്ലല്ലേ, ജീവനില്ലാത്ത. അതെ, ഇതെന്തോ ഇങ്ങനൊരു പരിപാടിയിൽ കയറ്റി വെച്ചതാണ്. അങ്ങനെ ഇവിടെ ഇതിനുള്ളിൽ അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നും ഇല്ല കേട്ടോ. അതായത് ഇതിൻ്റെ പല ചരിത്രങ്ങൾ പറയുന്നത് ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ചരിത്രങ്ങൾ മാത്രമല്ല, വേറെ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ വാരണാസിയുടെ ഒരു മിനിയേച്ചർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൊള്ളാട്ടോ, നല്ല രസമുണ്ട്. മൊത്തത്തിൽ എല്ലാ ബിൽഡിങ്ങുകളും ഭയങ്കര ആർട്ട് വർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.
ഇതുവരെ നമ്മൾ നോക്കിയാൽ ഇത് ഇടയ്ക്കെങ്കിലും റോഡൊക്കെ കാണാണ്ടിരുന്നേ. ഇത് ഇപ്പോൾ ഇത് നോക്കിയേ സൂചി കുത്താനായിട്ടുണ്ട് കേട്ടോ ഇവിടെ. എന്തായാലും ഞങ്ങൾ പോയേക്കുന്നു ഗൈസ്, നോക്കിയിട്ട് ബാക്കിയുണ്ടാ കാണാം. അടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങളിത് ഇവിടെ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ നേരത്തിൽ നിൽക്കുന്നതാണ്. തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടന്ന് തളർന്നു. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവുമല്ലോ. 3-4 കിലോമീറ്റർ ഞങ്ങൾ നടന്നിട്ടാ. അവിടെ തിരക്ക് ഒഴിഞ്ഞിട്ട് പോലെ ഉണ്ടാവില്ല, ഇതിനിടെ തന്നെ കയറി പോകണം. ഇത്രയും നേരം ഞങ്ങൾ നടന്നതോ കണ്ടതൊന്നും അല്ല കൈസ് തിരക്ക്. എൻ്റെ മോനെ, എത്ര ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. ഞാൻ കാണിച്ചു തരാം. ഏക്കർ എവിടെ എത്തി? ഏകദേശം അത്രയും ഭാഗം. ഇതിലിങ്ങനെ പോയി ആ പാലം കാണുന്നത്, അതൊക്കെ ഭയങ്കര ബ്ലോക്കാണ് ആ പാലം. അത്രയും ഏരിയ, അതായത് ഇത് അത്ര ഉള്ളൂ നമുക്ക് പറയാനായില്ല. ഇവിടുന്ന് കാണുന്ന ദൂരമാണ് അത്ര. എൻ്റെ അമ്മ, നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇത് കുറച്ചും അല്ല ഗൈസ്. ഭക്തിയുടെ മാർഗം സ്വീകരിച്ചുകൊണ്ട് നെറ്റിയിൽ ഭസ്മവും കടമ്പും ചന്ദനം എജാതി സീനല്ലേ. ഇവിടെ ഉണ്ടല്ല ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, രക്ഷയില്ലാത്ത വിസലാണ്. ഇതെന്താ പറയാ, ഒന്നും പറയാനില്ല ഗൈസ്. ഇത്രയും വലിയൊരു പരിപാടി നമുക്കില്ലേ കൂടുതൽ അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഇവിടെ പലരും ഡ്രസ്സ് മാറുന്നുണ്ട്, ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും ഡ്രസ്സ് മാറുന്നൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ്. ഇവിടെ നിന്നോട് മാറുന്നുണ്ട്, ചിലർ ബാത്റൂമിലൊക്കെ പോയിട്ട് മാറുന്നുണ്ട്. എന്താ പറയാ, ഒന്നും പറയാനില്ല ഗൈസ്. ഗൈസ് ഇവിടെ ഭയങ്കര ചെളിയൊക്കെ ഉണ്ടോ, നമ്മൾ നോക്കി കണ്ടൊക്കെ പോകണം. എൻ്റെ മോനെ, ഇത് എത്ര നീണ്ടു കിടക്കുന്നുണ്ട് വെറുതെ അങ്ങറ്റം വരെ. അവിടെ തീരുന്നില്ല കേട്ടോ, അവിടുന്ന് പിന്നെ അങ്ങനെയാണെന്ന് തോന്നുന്നത്. അപ്പുറത്തേക്കുണ്ട്, ഇവിടെ അങ്ങ് അവിടെ എവിടെയാണ് നമുക്ക് കാണുന്ന പോലും ഇല്ല. ഞാൻ കാണിക്കാൻ പറ്റുന്നിടത്തോളൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. മൊത്തം ആളുകൾ ഇതേ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരെന്നിട്ട് ഈ വെള്ളം തന്നെയാണ് തോന്നുന്നത്, ചില കുടങ്ങളിലാക്കിയിട്ട് ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് കൊണ്ടുവന്നുണ്ട്. ഈ പുണ്യ വെള്ളം എന്നുള്ള രീതിയിലായിരിക്കും, എടുത്തു വെക്കാനൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രസാദം പോലെ കരുതുന്നതായിരിക്കും കേട്ടോ. അതെ അതെ, വെള്ളം എന്താ പറയുക, വെള്ളം മൊത്തത്തിൽ ആളുകളൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ഒരു കലക്കും അഴുക്കും പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു വിശ്വാസത്തിൻ്റെ എടുക്കുമ്പോൾ ഒക്കെ അവരവരുടെ വിശ്വാസം എന്നുള്ള രീതി. ഇവിടെ സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും തോന്നുന്നില്ല കേട്ടോ. അല്ല, ഞങ്ങൾ ഇറങ്ങാനുള്ള ഉദ്ദേശവും ഇല്ല. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പൂജയാണോ ഇത്? ഇങ്ങനെ ഇനി വെള്ളത്തിൽ ഒഴുക്കാനുള്ളതാണ്, എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്കിത് ആറ്റം വരെ കാണാൻ പറ്റുന്നുണ്ട്, അതിന് അപ്പുറത്തേക്ക് എനിക്ക് കാണുന്നില്ല. അവിടം തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു, പിന്നെ അവിടെ ഇതുപോലെ റൗണ്ട് അങ്ങനെ അങ്ങോട്ട് ആ റൗണ്ട് ചുറ്റി ഏകദേശം അതുവരെ അത്രയുണ്ട്. ഇത് അതായത് ഞാൻ തന്നെ ഇവിടെ ഒരു
ഇതിന്റെ മണ്ടയിൽ കയറി നിൽക്കുക കേട്ടോ. ഇവിടെ കുറെ മണലും ഇതൊക്കെ ഉണ്ട്. അയ്യാ സോറി ഗൈസ്, ഇടാൻ പോകുന്നത് ഇതെന്റെ മോനെ. ഇങ്ങനൊരു കാഴ്ച എന്റെ ലൈഫ് ടൈം കണ്ടിട്ടില്ല കേട്ടാ. ഇത്ര ആളുകളുടെ നടുക്ക് ഞാൻ ഇത്ര കാലത്ത് നിന്നിട്ടില്ല അച്ഛാ. ഒന്നാമില്ല, പറഞ്ഞതാക്ക സൗണ്ടും ഇല്ല പുല്ല് മനുഷ്യന്. സൗണ്ട് പ്രശ്നമുണ്ട്. ഇതില്ലേ വിവരിക്കാൻ പറ്റില്ല. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ അറിഞ്ഞു പറഞ്ഞിരുന്നേക്കാണ്. പക്ഷെ ഇത് കാണണം, ഇത് കൊണ്ടാണ് പറ്റൂല. ഇത് മിസ്സായിരുന്നെങ്കിൽ ഒരു വല്ലാത്ത നഷ്ടം തന്നെ ആയിരുന്നു. നമ്മൾ കണ്ണുകൊണ്ട് ഏറ്റവും അറ്റം വരെ കാണുന്ന അവിടം വരെ ക്രൗഡാണ്. അതിനപ്പുറത്തേക്ക് ഉണ്ട്, ഇല്ലെന്നല്ല, നമുക്ക് കാണാൻ പറ്റുന്നതിന്റെ അപ്പുറത്തും ക്രൗഡ് ഉണ്ട്. ഐഫോൺ വരെ കിട്ടുന്നില്ല, കാണുന്നില്ല. ഇവർക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് പറയണ്ട. എന്തായാലും ഞാൻ പറ്റാവുന്നിടത്തോളം വിഷ്വൽ എനിക്ക് കാണിച്ചു തരാട്ടെ. ഞങ്ങള് കുറച്ച് അഗോരീസിനെങ്കിലും കാണാൻ പറ്റുമോ എന്ന്. സോറി ഭയ്യ, സോറി. ചിലര് ചീത്ത പറയുന്നുണ്ട് കേട്ടോ, ബാഗെല്ലാം മുറിച്ച് കിടക്കുമ്പോ. എന്ത് ചെയ്യാൻ, ഇവിടെ വഴിയില്ലല്ലോ വേറെ. സത്യം പറഞ്ഞാൽ ഞങ്ങള് കുറച്ച് അഗോരീസിനെ കാണണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു മെയിനായിട്ട് വന്നിരുന്നത്. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. കുറെ ഹിമാലയത്തുനിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം സന്യാസിമാർ വരും എന്നുള്ളൊരിതുണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ കുറേ പേര്. പക്ഷെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ എവിടേക്കാണ് എന്തൊക്കെയാണെന്നൊന്നും അറിഞ്ഞൂടാ. പലരും പിന്നെ അങ്ങനെ എന്താ പറയാ, ഒറിജിനൽ അല്ലാത്ത അഗോരീസ് സന്യാസിമാരൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് അറിയില്ല എന്താ പറയാ, യഥാർത്ഥ ഭസ്മം പൂശി മേലാശകലം അങ്ങനെയുള്ള ആളുകളില്ലേ, അവരായിരുന്നു കാണണ്ടേ. പക്ഷെ ആരെയും കാണുന്നില്ല. അവരൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, ഇതിനുള്ളിൽ എവിടെയെങ്കിലൊക്കെ. ഇവിടെയാണ് കേട്ടോ കുറച്ച് ശ്വാസം വിടാനുള്ള സ്ഥലം ഉള്ളത്. കുറച്ച് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. നമ്മൾ വന്ന വഴിയാണത്. ഫസ്റ്റ് ആയിട്ട് ആ ഭയങ്കര വ്യൂ കണ്ടത് ഞങ്ങളത് ആ സ്പോട്ടിൽ നിന്നാണ്. ഇവിടെ തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ആ കാണുന്ന ഒരു അമ്പലമാണ്. അപ്പം ഞങ്ങളിതേ തിരിച്ച് നമ്മുടെ പ്രയാഗ്രാജ് സ്റ്റേഷനിൽ നിന്ന് എത്തിയിരിക്കേണ്ട. ഞങ്ങളിതേ ഇന്നലെ രാത്രി ഇവിടെ ആയിരുന്നു കേട്ടോ സ്റ്റേ ചെയ്തിരുന്നത്. ഇത് പ്രയാഗ്രാജ് സ്റ്റേഷനിൽ തന്നെ കുംഭമേള കാണാൻ വരുന്നവർക്കായിട്ട് ഗവൺമെൻറ് തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു ഓപ്പൺ ഹോളാണ് കേട്ടോ. ഇവിടെ നമുക്ക് കിടക്കാനും അതുപോലെ റെസ്റ്റ് എടുക്കാനും പിന്നെ ബാത്റൂം യൂസ് ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ പായ വിരിച്ച് കിടക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് തിരിക്കട്ടെ. ഇന്ന് രാത്രിയിലെ വണ്ടിക്ക് ഞങ്ങൾ നേരെ ഡൽഹി പോകും. ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡ് നേരെ കസൂൾ. ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പോൾ അത്രയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.